സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് വിശുദ്ധ ആംബ്രോസിന്റെ തിരുനാൾ. സഭയിൽ ജ്ഞാനസ്നാന ജലവും അനുതാപാർദ്രമായ കണ്ണീരും രക്ഷാകരമായ 2 ജലവിധാനങ്ങളുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിച്ച ഒരു വിശുദ്ധ പിതാവ്. ഇന്ന് ഞെരുക്കത്തിന്റെ അപ്പത്തെക്കുറിച്ചും ക്ലേശത്തിന്റെ ജലത്തെക്കുറിച്ചും നാം കാണും. ഏഷ്യ 30:19 മുതൽ. ഇത് തടവറയുടെ ഒരു ഭാവമാണ്. 1 രാജാക്കന്മാർ 22-27. മാത്രമല്ല, പുറപ്പാട് വഴിയിലെ വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും ഒക്കെ മൂർച്ചയുള്ള ഓർമ്മകളുമാണ്. ഗുരുസന്നിധിയിൽ നിന്ന് ഉതിരുന്ന മൊഴിയൊഴുക്കുകൾ പോലെയാണ് ഈ പാഠഭാഗം. ദൈവമാണ് ഗുരുവെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ. ഗുരു മോറേഖ്. ഇന്നലെ നാം അബ്രഹാമിനെ കണ്ടു. നാഥൻ അബ്രാഹവുമായി ചെയ്ത ഉടമ്പടിക്കും ദൈവത്തിന് അബ്രഹാം അർപ്പിച്ച ബലിക്കുമുള്ളൊരു സാക്ഷിയായി നിലകൊള്ളുന്ന മോറെ എന്ന സ്ഥലത്തെ ഓക്കുമരത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണും. ഉൽപ്പത്തി 12:6, നിയമാവർത്തനം 11:30. മോറെ എന്നാൽ ഗുരുവെന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഓക്ക് ഓഫ് മോറെ, ഉലയാത്ത ഒരു ഗുരുനാഥൻ്റെ വൃക്ഷചിഹ്നമാണത്. ഈ ദിവസങ്ങളിൽ നീതിയുടെ ഓക്കുമരങ്ങളായി നമ്മളെ തന്നെ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ടല്ലോ. ഉടമ്പടിയുടെ ഉലയാത്ത സാക്ഷ്യം. നമ്മെ ഒരു നാളും നാഥൻ കൈവിടില്ല. നമ്മോടുള്ള സ്നേഹവും കാരുണ്യവും അരുമയായ ഓർമ്മയുമൊക്കെ അത്രമേലുണ്ട് നാഥന് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ഉറപ്പ്. ഈ ഗുരു നമ്മെ വഴി നടത്തുന്നു, വരമരുളുന്നു, പ്രതിസന്ധികളിൽ താങ്ങിപ്പിടിക്കുന്നു, സൗഖ്യമരുളുന്നു. നമ്മളിൽ നിന്ന് ചില സ്നേഹത്തിൻ്റെ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നിൽ നിന്നൊരു ശബ്ദം പോലെ നമ്മെ വഴി നടത്തുന്നു. ഇതാണ് വഴി, ഇതിലേക്ക് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കാലടികളെ അത് നയിക്കുന്നു. ഇതൊരു ഇടയധ്വനിയാണ്. ആടുകളെ പിന്നിൽ നിന്ന് വഴി നയിക്കുന്ന ഇടയൻ്റെ ശബ്ദം. ഇന്ന് നാഥൻ ഈ ഇടയഭാവം കുറെ കൂടി വ്യക്തമാക്കുന്നുണ്ട്. മത്തായി 9:35 മുതൽ 10:8 വരെ. ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ തൻ്റെ ജനം പിച്ചു ചീന്തപ്പെടുന്നു എന്ന് തിരിച്ചറിയുന്നിടത്ത് നാഥൻ അവരെ പ്രതി കരുണയുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് ഒഴുക്കുന്നത്, തൻ്റെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്ന്. മാത്രമല്ല, ജീവിതത്തിൻ്റെ ഈ വിളനിലങ്ങളിലേക്ക് നാഥൻ സ്നേഹനിർഭരതയുമായി അക്ഷരാർത്ഥത്തിൽ തൻ്റെ ശിഷ്യരെ തള്ളിയിടുകയാണ് ചെയ്യുന്നത്. എക്ബാലോ. ഇസ്രായേലിൻ്റെ നഷ്ടപ്പെട്ട ആടുകളുടെ ഇടയിലേക്ക് തൻ്റെ അപ്പോസ്തലന്മാരെ നാഥൻ അയക്കുന്നു. ജെറമ്യ 56 പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നും തകർന്നുമെല്ലാം ചിതറിപ്പോയ പാഠങ്ങളാണ് ഈ ഇസ്രായേലിൻ്റെ ചിതറിക്കപ്പെട്ട ആടുകളെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് സങ്കീർത്തനം 147 പറയാനുള്ളത് ഇത് തന്നെയാണ്. ചിതറിത്തെറിച്ച്, ഒടിഞ്ഞു നുറുങ്ങി, അപമാനത്താൽ കുനിഞ്ഞ് നമ്മൾ ബന്ധിതരായി കിടക്കുന്ന എല്ലാ അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്നും, വിപ്രവാസത്തിൻ്റെ ഭൂമിയിൽ നിന്നും ദൈവം നമ്മെ തിരിച്ചു കൊണ്ടുവരും. വീണ്ടെടുപ്പുകൾ. സൃഷ്ടിയും കാരുണ്യവും ഒരുപോലെ വിളങ്ങുകയാണ് ദൈവകരങ്ങളിൽ. ഒന്നേ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുള്ളൂ: വിഗ്രഹങ്ങളെ വിട്ട് തന്നിലേക്ക് വരുവാൻ. ദൈവം നമ്മിൽ നിന്ന് മറഞ്ഞിരിക്കുന്നുവെന്ന് തോന്നാം പല സന്ദർഭങ്ങളിലും. പക്ഷേ അപ്പോൾ പോലും അവൻ നമ്മെ വഴി നടത്തുന്നുവെന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. ഗുരു നിന്നിൽ നിന്നൊരിക്കലും അകന്നിരിക്കുകയില്ല, മറഞ്ഞിരിക്കുകയില്ല എന്ന്. മറഞ്ഞിരിക്കുന്ന ദൈവം. ഏഷ്യ 45:15. ദേവുസ് അബ്സ്കോന്തിത്തൂസ്. കർദിനാൾ റനിയറോ കന്തലമസ ഈ അനുഭവത്തെ പരിശുദ്ധ കുർബാനയുമായി ചേർത്ത് വായിക്കുന്ന സുന്ദരമായൊരു ധ്യാനമുണ്ട്. മറക്കരുത്, തൻ്റെ മനുഷ്യത്വത്തിൽ നമുക്കായി മറഞ്ഞിരുന്നു പോയൊരു ദൈവമാണവൻ. നമ്മെ തൊടുവാൻ പരിപൂർണ മനുഷ്യനായ പരിപൂർണ ദൈവം. അല്ലാതെ അവൻ നമ്മുടെ വേദനകളിൽ അകന്നു മാറിയും അവഗണിച്ചു മുളിച്ചിരുന്നതല്ല.